السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. النبي أولى بالمؤمنين من أنفسهم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരണീയരായ സഹപാഠി സുഹൃത്തുക്കളെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ടും സൂക്ഷിച്ചുകൊണ്ടും ജീവിതം ധന്യമാക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലമെന്ന് പറഞ്ഞാൽ പല ആളുകളും, അത് മുതിർന്നവരാകട്ടെ അല്ലെങ്കിൽ ചെറുപ്പക്കാരാകട്ടെ, എന്തിന് ചെറിയ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഒന്നാം ക്ലാസ് അല്ല 2ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ വരെ അല്ലെങ്കിൽ മുതിർന്നവരാകട്ടെ, ഇവരൊക്കെ അവരുടെ റോൾ മോഡലായി അല്ലെങ്കിൽ അവരൊക്കെ അനുകരിക്കുന്നത് എന്നുള്ളത് ഒന്നുകിൽ ഫുട്ബോൾ താരങ്ങളായ മെസ്സി, റൊണാൾഡോ പോലുള്ളവരെയോ അല്ലെങ്കിൽ ക്രിക്കറ്റ് താരങ്ങളായ വിരാട് കോഹ്ലി, സച്ചിൻ പോലുള്ളവരെയൊക്കെയാണ് റോൾ മോഡലായി കാണുന്നത്. അവരുടെ ഹെയർ സ്റ്റൈലും മുടിവെട്ടുന്നതിലും അതുപോലെ അവരുടെ ഭക്ഷണ രീതിയിലും അവരുടെ വസ്ത്ര രീതിയിലുമൊക്കെ ഇവർ അനുകരിക്കുന്നത് ആ റോൾ മോഡലായി കാണുന്നത് ഇവരെയൊക്കെയാണ്. എന്നാൽ നാം റോൾ മോഡലായി കാണേണ്ടത് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്കാണ്, ഞാൻ ഉൾപ്പെടുന്ന എത്ര പേർക്കാണ് എൻ്റെ റോൾ മോഡൽ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് ആർക്കൊക്കെയാണ് ഇവിടെ ഇരിക്കുന്ന ആർക്കൊക്കെയാണ് പറയാൻ സാധിക്കുക എന്ന് നമ്മൾ സ്വന്തത്തോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. എൻ്റെ ഭക്ഷണ രീതിയിൽ അല്ലെങ്കിൽ എൻ്റെ വസ്ത്ര രീതിയിൽ അല്ലെങ്കിൽ ഞാൻ കഴിക്കുന്ന ഭക്ഷണ രീതിയിൽ അല്ലെങ്കിൽ ഞാൻ കുടിക്കുന്ന വെള്ളത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഹെയർ സ്റ്റൈലിലൊക്കെ ഞാൻ അനുകരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്കാണ് പറയാൻ സാധിക്കുക എന്ന് നാം സ്വന്തത്തോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴുള്ള അല്ലാഹുമ്മ അഹ്യാനാ ബഅദ മാ അമാതനാ വ ഇലൈഹി നുശൂർ എന്ന ആ ദുആ മുതൽ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദുആ വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ കാര്യങ്ങളും ഒരു വിളവുമില്ലാതെ, ഒരു വാക്ക് പോലും അതിൽ കുറവ് വരുത്താതെ, ഒരു പ്രവർത്തനം പോലും അതിൽ കുറവ് വരുത്താതെ നാം ആ നബിയെ റോൾ മോഡലാക്കേണ്ടതുണ്ട്. ആ നബിയെ റോൾ മോഡലാക്കിയാൽ മാത്രമേ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വിചാരണ വേളയിൽ നമുക്ക് വേണ്ടി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. മഹാനായ സ്വഹാബി അനസ് ബിൻ മാലിക് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, قال خدمت النبي صلى الله عليه وسلم 10 سنين فما قال لي اف ولا لما صنعت ولا الا صنعت. മഹാനായ സ്വഹാബി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി 10 വർഷക്കാലം സേവനം ചെയ്തു. എന്നാൽ ഈ 10 വർഷക്കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും, ഒരു തവണ പോലും ആ നബി എന്നോട് എന്ന ഒരു വാക്ക് പോലും അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും വാക്ക് ഉപയോഗിച്ച് എന്നെ ശകാരിക്കുകയോ അല്ലെങ്കിൽ നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ നീ എന്തുകൊണ്ടാണ് മറ്റേ രീതിയിൽ ചെയ്യാതിരുന്നത്, എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല എന്ന് മഹാനായ സ്വഹാബി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നമുക്ക് ഹദീസിലൂടെ പഠിപ്പിച്ചു തരികയാണ്. ഇവിടെയാണ് നാം സ്വന്തത്തോട് ചോദിക്കേണ്ടത്. ഇപ്പോൾ നമ്മളൊക്കെയാണെങ്കിൽ നമ്മളൊക്കെയാണ് ഈ നബിയുടെ സ്ഥാനത്തെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആളുകളോട് പെരുമാറുക? അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യം ഒരാൾ ചെയ്താൽ, എന്തെങ്കിലും നാം ഇപ്പോൾ പുതിയതായിട്ടൊരു വീട് വെക്കുകയാണ്, അല്ലെങ്കിൽ ആ വീട് വെക്കുന്ന സമയത്ത് ഒരു പ്ലാൻ നമ്മൾ വരച്ചു കൊടുക്കാറുണ്ട്. ആ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത്
നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന ഒരു രൂപരേഖയാക്കി നമ്മൾ വരച്ചു കൊടുക്കുക. ആ സമയത്ത് വീട് പണി കഴിഞ്ഞ് അല്ലെങ്കിൽ വീട് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നാം ആ കൊടുത്ത പ്ലാനിൽ നിന്നും ചെറിയൊരു ഭാഗമെങ്കിലും മാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു ഭാഗം അവർക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നാം എങ്ങനെയാണ് ആ കരാർ ഏറ്റെടുത്ത ആളോട് എങ്ങനെയാണ് നാം പെരുമാറുക എന്ന്, എങ്ങനെയാണ് നമ്മൾ അവരോട് ഇടപെടുക എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെയാണ് നാം മഹാനായ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിൻപറ്റേണ്ടതും അതുപോലെ റോൾ മോഡൽ ആക്കേണ്ടതുമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ ഗുണം എന്നുള്ളത് അത് എല്ലാവരോടുമുള്ള സ്നേഹം എന്നതായിരുന്നു. കൂടെയുള്ള എല്ലാവരെയും അത് ജാതിയോ മതമോ ഒന്നും നോക്കാതെ, വർഗവിവേചനം നോക്കാതെ, അറബിയെന്നോ അനറബിയെന്നോ നോക്കാതെ, വലിയവരെന്നോ മുതിർന്നവരെന്നോ ചെറുപ്പക്കാരോ എന്നോ നോക്കാതെ എല്ലാവരോടും ശാന്തമായ സ്വഭാവവും ബഹുമാനവും അതുപോലെ എല്ലാവരോടും സഹതാപവും കടപ്പാടും ഒക്കെ നൽകിയ ഒരു മഹാവ്യക്തിയായിരുന്നു നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നാം മനസ്സിലാക്കണം. ഒപ്പം ജീവിച്ചവരോട് മാത്രമായിരുന്നില്ല ആ നബിയുടെ സ്നേഹം എന്നുകൂടി നാം മനസ്സിലാക്കണം. നമുക്കും അനുയായികൾ ശേഷം വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ശേഷം വരുന്ന നമ്മോട് പോലും ആ നബിക്ക് വളരെ വലിയ സ്നേഹമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് നമുക്ക് ഹദീസിലൂടെ കാണാൻ സാധിക്കും. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖബറിലെത്തുകയാണ്. ആ ഖബറിലെത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അടക്കം ചെയ്യപ്പെട്ട ആളുകളോട് പറയുകയാണ്, അസ്സലാമു അലൈക്കും ദാറുൽ ഖൗമിൽ മുഅ്മിനീൻ, ഖബറാളികളെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷ സമാധാനം ഉണ്ടാകട്ടെ. വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, ഒരു ദിവസം അള്ളാഹു ഉദ്ദേശിച്ചാൽ ഒരു ദിവസം ഞങ്ങളും നിങ്ങളോടൊപ്പം വന്നു ചേരേണ്ടവർ തന്നെയാണ്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കുകൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വദർതു അന്ന ഖദറായിന ഇഖ്വാനിന, ഞാൻ എന്റെ സഹോദരങ്ങളെ, എന്റെ ഇഖ്വാനുകളെ കാണാനായി കൊതിക്കുന്നു, ഞാൻ എന്റെ ഇഖ്വാനെ കാണാനായി കൊതിക്കുന്നു എന്ന് ആ വാക്ക് നാം അടിവന്നിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അത്രയ്ക്ക് വലിയ സ്നേഹമായിരുന്നു നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ കാര്യം കേട്ടപ്പോൾ നബിയോടൊപ്പം ഉണ്ടായിരുന്ന അനുയായികൾ സ്വഹാബികൾ ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ ദൂതരെ, അല്ലയോ നബിയെ, ഞങ്ങളപ്പോൾ അങ്ങയുടെ ഇഖ്വാനുകൾ, ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങൾ അല്ലയോ എന്ന് ചോദിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾ എന്റെ അനുജന്മാർ, എന്റെ അനുയായികൾ, എന്റെ സ്വഹാബികൾ മാത്രമാണ്. എന്റെ ഇഖ്വാനുകൾ, എന്റെ സഹോദരങ്ങൾ എന്നാൽ നിങ്ങൾക്ക് ശേഷം വരുന്ന അല്ലെങ്കിൽ എനിക്ക് ശേഷം വരുന്നവരാണ് എന്ന് അവിടെ കൂടിയിരുന്ന നബിയോടൊപ്പം ഉണ്ടായിരുന്ന അനുയായികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഞാനും നിങ്ങളും അടങ്ങുന്ന പ്രവാചകന്റെ മരണത്തിന് ശേഷം കടന്നു വരുന്ന ആളുകളെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞത്. നാം ഓരോരുത്തരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത്രയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നാം നരകത്തിൽ കടന്ന് എഴിയാതിരിക്കാൻ, നരകത്തിലേക്ക് ചെല്ലാതിരിക്കാൻ, നരകത്തിനെ തീ അനുഭവിക്കാതിരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിദായത്ത് എന്ന മഹത്തായ സൗഭാഗ്യം നമുക്ക് ലഭിച്ചതുപോലും ആ പ്രവാചകനിലൂടെയാണ്. പരലോകത്ത് സ്വന്തം കാര്യത്തെക്കാൾ നമ്മുടെ കാര്യത്തിന് വളരെ വലിയ വില കൽപ്പിക്കുന്ന ഒരു മഹാവ്യക്തിത്വമാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ ഖിയാമത്ത് നാളിൽ, വിചാരണ നാളിൽ, അന്ത്യ ദിവസത്തിൽ നാമൊക്കെ ഷഫാത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ ഷഫാത്തിന് വേണ്ടി ഓരോ നബിമാരുടെ അടുക്കലേക്ക് ചെല്ലുമ്പോഴും, മനുഷ്യപിതാവായ ആദം നബിയുടെ അടുക്കൽ നമ്മൾ ചെല്ലുമ്പോൾ ആദം നബി അപ്പോൾ പറയുന്നത് നഫ്സി നഫ്സി നഫ്സിയ എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും ചെല്ലുകയാണ് നൂഹ് നബി, അതുപോലെ ഈസാ നബി, അതുപോലെ മൂസാ നബി, അതുപോലെ ഇബ്രാഹിം നബിയോട് അടുക്കലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അവരൊക്കെ പറയുന്നത് നഫ്സി നഫ്സി നഫ്സിയ, എന്റെ സ്വന്തം കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഒഴിഞ്ഞു മാറുമ്പോൾ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് യാ റബ്ബി ഉമ്മത്തി, യാ റബ്ബി ഉമ്മത്തി, യാ റബ്ബി ഉമ്മത്തി എന്ന വാക്കാണ്. അതുകൊണ്ട് ആ നബിയെ നാം വളരെയേറെ സ്നേഹിക്കൽ നമ്മുടെ ഒക്കെ നിർബന്ധ ബാധ്യതയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ പലതരം പ്രയാസങ്ങൾ നേരിട്ടിട്ടും റബ്ബിന്റെ അടുക്കൽ നിന്ന് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന നമുക്കായി മാറ്റിവെച്ച ആ നബിയെ സ്നേഹിക്കാതെ പിന്നെ നമ്മൾ ആരെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് നാം സ്വന്തത്തോടെ ചോദിക്കേണ്ടതുണ്ട്. നമുക്ക് ഏറെ ആവശ്യമുള്ള, അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ കോളേജ് തുറക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പുതുതായിട്ട് കോളേജിൽ പോകുന്ന സമയത്ത് നമുക്കിപ്പോൾ വേണ്ടത് പുതിയ വസ്ത്രം, അതുപോലെ പുതിയ ബാഗുകൾ, അതുപോലെ പുതിയ പഠനോപകരണങ്ങൾ, അതുപോലുള്ള ചെരുപ്പ്, അതുപോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിത്തരുവാൻ വേണ്ടി നാം നമ്മുടെ മാതാപിതാക്കളോട് പറയുകയാണ്. മാതാപിതാക്കൾ പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് വാങ്ങിത്തരാൻ സാധിച്ചു എന്ന് വരില്ല. കാരണം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, അല്ലെങ്കിൽ അത് വാങ്ങിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുന്ന ആളുകളായിരിക്കാം ചിലപ്പോൾ അവർ. ആ സമയത്ത്
എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടുകൊണ്ട് അവർ ചിലപ്പോൾ നമുക്ക് സാധനം വാങ്ങി തന്നിരിക്കാം, നമുക്ക് പുതിയ വസ്ത്രം വാങ്ങി തന്നിരിക്കാം. ആ സമയത്ത് നമുക്ക് അവരോട് തോന്നുന്ന സ്നേഹമുണ്ടല്ലോ, അവരോട് തോന്നുന്നത് വാത്സല്യമുണ്ടല്ലോ, അവരോട് തോന്നുന്നത് ബഹുമാനമുണ്ടല്ലോ. അതേപോലത്തെ ബഹുമാനമാണ് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും വേണ്ടത് എന്ന് നാം മനസ്സിലാക്കേണ്ട സന്ദർഭമാണിത്. അതായത് നമുക്ക് വേണ്ടി ഷഫാത്തിന് വേണ്ടി വേറൊരു നബിയും വേറൊരു പ്രവാചകന്മാരും നമ്മുടെ അടുക്കൽ വരാത്ത സമയത്ത്, വേറൊരു പ്രവാചകന്മാരും നമ്മുടെ ആ വാക്ക് കേൾക്കാത്ത സമയത്ത് നമുക്ക് വേണ്ടി ആ വാക്ക് കേൾക്കുന്ന, നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ഷഫാത്ത് തേടുന്ന ആ നബിയെ നാം സ്നേഹിക്കേണ്ടത് നമ്മുടെയൊക്കെ നിർബന്ധ ബാധ്യതയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നബിയുടെ രണ്ടാമത്തെ ഗുണം, ഒന്നാമത്തെ ഗുണം സ്നേഹമായി, എല്ലാവരോടുള്ള സ്നേഹമായിരുന്നു. രണ്ടാമത്തെ ഗുണം എന്നുള്ളത് ഒരു സൽ സ്വഭാവമായിരുന്നു. നല്ല സൽസ്വഭാവത്തിന് ഉടമ കൂടിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമുക്ക് ഹദീസുകളിലൂടെയും വിശുദ്ധ ഖുർആനിലെ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖലമിലെ 4-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, നിശ്ചയമായും നീ അതിമഹത്തായ നല്ല സ്വഭാവത്തിന് ഉടമയാകുന്നു. അപ്പോൾ തന്നെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, മഹാനായ സ്വഹാബി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനുൻ നാസി ഖൽഖൻ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിന് ഉടമയാകുന്നു എന്ന് നമുക്ക് ഈ ഹദീസിലൂടെയും അതുപോലെ വിശുദ്ധ ഖുർആനിലെ ആയത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, നബിയുടെ ആദ്യ ഭാര്യയായ, ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച വനിതയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കഥ. ഭർത്താവ് മരണപ്പെട്ട ഖദീജ ബീവി കച്ചവടത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. അങ്ങനെ ഈ കച്ചവടത്തിന് ഇറങ്ങുന്ന സമയത്ത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹു മുഹമ്മദ് നബിയെ പറ്റി അറിയുകയും മുഹമ്മദ് നബിയുടെ ആ സൽസ്വഭാവത്തെ പറ്റി അറിയുകയും മുഹമ്മദ് നബിയുടെ നല്ല മാതൃകയെ പറ്റി അറിയുകയും ചെയ്ത അവർ ആ മുഹമ്മദ് നബിയെ തന്റെ അടുക്കലേക്ക് ആളെ അയച്ച് വിളിപ്പിക്കുകയാണ്. അങ്ങനെ വിളിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ നല്ല സ്വഭാവം മനസ്സിലായിക്കൊണ്ട് ഖദീജ ബീവി കച്ചവടത്തിന് വേണ്ടി മുഹമ്മദ് നബി അയക്കുകയാണ്. തന്റെ കച്ചവട ചരക്കുകൾ വിറ്റഴിക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖദീജ ബീവി തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ ഷാമിലേക്ക് കച്ചവട ചരക്കുമായി പോകാൻ വേണ്ടി ഖദീജ ബീവി നിയോഗിച്ചപ്പോൾ കൂടെ തന്റെ വിശ്വസ്ത തോഴിയായ മൈസറയും കൂടെ അയക്കുകയാണ്. അങ്ങനെ മൈസറയും ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടി ഷാമിലേക്ക് പോവുകയും കച്ചവട ചരക്കുകൾ വിറ്റഴിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചെത്തുകയും ചെയ്തു. അങ്ങനെ ഈ വഴിയിൽ കണ്ട അത്ഭുതങ്ങളും അതുപോലെ നബിയുടെ നല്ല സ്വഭാവവും, കച്ചവട ചരക്കുകൾ വിറ്റഴിക്കുന്നതിലുള്ള നബിയുടെ മാതൃകയും നല്ല സ്വഭാവവും, എല്ലാവരോടുമുള്ള ബഹുമാനവും അതുപോലെ എല്ലാവരോടുള്ള സഹതാപം മനസ്സിലാക്കി എല്ലാ സഹതാപവും ഈ ഖദീജ ബീവിയുടെ ഈ തോഴിയായ മൈസറ പറഞ്ഞു നൽകുകയാണ്. അങ്ങനെ ഖദീജ ബീവിക്ക് നബിയോട് അടുപ്പം തോന്നുകയും നബിയുടെ സൽസ്വഭാവം കണ്ടുകൊണ്ട് അടുപ്പം തോന്നുകയും തന്റെ ബന്ധുവിനോട് ഇക്കാര്യം, നബി എനിക്ക് കല്യാണം കഴിച്ചാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹം ഖദീജ ബീവി റളിയല്ലാഹു അൻഹു ആ ബന്ധുവിനോട് പറയുകയാണ്. അങ്ങനെ ആ ബന്ധു നബിയുടെ പ്രതിഭനോട് പറയുകയും അങ്ങനെ പ്രതിഭൻ മുഖേന ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്യാണം കഴിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, വളരെ നല്ല സ്വഭാവത്തിനുടമയായിരുന്ന ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖദീജ ബീവി അങ്ങനെ കല്യാണം കഴിച്ച്, അങ്ങനെ ഖദീജ ബീവിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാമ്പത്യത്തിൽ മക്കളുണ്ടാകുകയും അതുപോലെ തന്നെ വളരെ സ്നേഹത്തിലാണ് അവർ കഴിഞ്ഞു പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ നബിക്ക് ജനങ്ങൾ നൽകുന്ന വിളിപ്പേരായിരുന്നു അൽ അമീൻ എന്നുള്ളത്, സൽസ്വഭാവത്തിനുടമ എന്നാണ് ആ വാക്കിനർത്ഥം. അതുപോലെ നബിയുടെ മൂന്നാമത്തെ ഗുണം എന്നുള്ളത് ക്ഷമ എന്നതായിരുന്നു. ക്ഷമയെ മുറുകെ പിടിക്കാൻ നമ്മോട് കൽപ്പിച്ച നബിയായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ക്ഷമ അദ്ദേഹം വെറും വാക്കുകൾ കൊണ്ട് കൽപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അത് തന്റെ സ്വന്തം പ്രവൃത്തിയിലൂടെ, തന്റെ സ്വന്തം കാര്യത്തിലൂടെ അത് നമുക്ക് കാണിച്ചു തരിക കൂടി ചെയ്യുകയാണ്. നമുക്കറിയാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തന്റെ അനുയായികളും കൂടി വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് തന്റെ വീട്ടിലെ ചപ്പുചവറുകൾ ഒരു സ്ത്രീ അദ്ദേഹത്തിന്റെയും അനുയായികളെ മേലേക്ക് വലിച്ചെറിയുകയാണ്. എന്നാൽ ആ സമയത്ത് ദേഷ്യപ്പെടേണ്ട അല്ലെങ്കിൽ കോപിക്കേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെയ്തത് തന്റെ ക്ഷമ കൊണ്ട് അതിനെ നിയന്ത്രിക്കുകയാണ്. അങ്ങനെ ശാന്തമായ സ്വഭാവത്തോടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അവിടെ നിന്ന് കടന്നു പോകുന്നത്. മറ്റൊരു ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മക്കയിലേക്ക് പ്രബോധനം നടത്താൻ വേണ്ടി അള്ളാഹു ഇറക്കുകയാണ്. അങ്ങനെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെയുള്ള ജനങ്ങൾക്ക്, അവിടെയുള്ള പുരോഹിതന്മാരും പണ്ഡിതന്മാരും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും അതുപോലെ അദ്ദേഹത്തിന് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അവിടെ നിന്നും പോകാൻ വേണ്ടി, മക്കയിൽ നിന്നും പോകാൻ വേണ്ടി, മാറി നിൽക്കാൻ വേണ്ടി ത്വായിഫിലേക്ക് പോവുകയാണ്. എന്നാൽ ത്വായിഫിലെത്തിയിട്ടും അദ്ദേഹത്തിന് തന്റെ ദേഹോപദ്രവങ്ങളിൽ ഒരു മാറ്റം ഉണ്ടായില്ല. ത്വായിഫിൽ എത്തിയിട്ടും അദ്ദേഹത്തിന് ആ പുരോഹിതന്മാർ, ആ പണ്ഡിതന്മാർ അദ്ദേഹത്തിനെ
അദ്ദേഹം എഴുന്നേറിഞ്ഞപ്പോൾ അവിടെയുള്ള ജനങ്ങളോട് പറയുകയാണ്, അവൻ എത്തിയിട്ടുണ്ട്, നമ്മളെ വഴി തെറ്റിക്കാൻ വേണ്ടി അവൻ വന്നിട്ടുണ്ട് എന്ന് ആ ജനങ്ങളോട് അവിടെയുള്ള പുരോഹിതന്മാരും പണ്ഡിതന്മാർക്ക് വിളിച്ചു പറയുകയാണ്. അങ്ങനെ ജനങ്ങളെ കല്ലെറിയാൻ വേണ്ടി ഈ പുരോഹിതന്മാർ പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെ ഈ പുരോഹിതന്മാരും ഈ ജനങ്ങളും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അതുപോലെ നബിയുടെ ഒപ്പം ഉണ്ടായിരുന്ന അനുയായികളെയും കല്ലെടുത്തെറിയുകയാണ്. അങ്ങനെ തൻ്റെ കാലും കൈയും ദേഹം മുഴുവൻ മുറിവായിക്കൊണ്ട് കല്ലുകൊണ്ട് മുറിവായിക്കൊണ്ട് നിന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും കോപിച്ചിട്ടില്ല. അവിടെയും തന്റെ ക്ഷമ കൊണ്ട് തന്നെ തന്റെ കോപത്തെ നിയന്ത്രിക്കാനുണ്ടായതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ധാരാളം അവഹേളനങ്ങൾ, ധാരാളം അവഗണനകൾ, ധാരാളം അപമാനങ്ങൾ ഉണ്ടായിട്ട് പോലും, ധാരാളം ദേഹോപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ട് പോലും ആ നബി ഒരിക്കൽ പോലും അതിനെ വളരെ കോപത്തോടെയോ അല്ലെങ്കിൽ വളരെ ദേഷ്യത്തോടെയോ ഒന്നും പെരുമാറിയിട്ടില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ക്ഷമയോടെ, വളരെ ശാന്തമായ സ്വഭാവത്തോടെ, വളരെ ബഹുമാനത്തോടെയാണ് വളരെ ബഹുമാനത്തോടെ അതിനൊക്കെ നേരിട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നബിയെ സ്നേഹിക്കൽ വിശ്വാസികളായ മുഅ്മിനീങ്ങളായ നമ്മുടെ എല്ലാം നിർബന്ധ ബാധ്യതയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ സഹാബി അനസ് ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ലാ യുക്മിനു അഹദുക്കും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലിദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം പിതാവിനെയും സ്വന്തം സന്താനത്തെയും മുഴുവൻ ജനങ്ങളെക്കാളും എന്നെ ഇഷ്ടപ്പെടുന്നതുവരെ നിങ്ങളിൽ ഒരാളുടെയും ഈമാൻ, നിങ്ങൾ ഒരാളുടെയും വിശ്വാസം പൂർണ്ണമാവുകയില്ല എന്ന് നമുക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നമ്മുടെ ഈമാൻ, നമ്മുടെ വിശ്വാസം പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ നാം നമ്മുടെ മാതാപിതാക്കളെക്കാളും, നാം നമ്മുടെ സന്താനങ്ങളെക്കാളും, നാം നമ്മുടെ കുടുംബക്കാരെക്കാളും, നാം നമ്മുടെ സഹോദരങ്ങളെക്കാളും, നാം നമ്മുടെ സമ്പത്തിനേക്കാളും, നാം നമ്മുടെ വീടിനേക്കാളും, സ്വന്തം വീടിനേക്കാളും, നാം നമ്മുടെ സ്വന്തം തൊഴിലിനേക്കാളും ഒക്കെ നാം നബിയെ സ്നേഹിക്കേണ്ടതുണ്ട്. സ്വന്തത്തെക്കാളും നബിയെ സ്നേഹിക്കൽ ഇഷ്ടപ്പെടൽ അനിവാര്യമാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ 6-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയത്ത്. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെക്കാളും അല്ലെങ്കിൽ മറ്റാരേക്കാളും കൂടുതൽ ബന്ധപ്പെട്ട ആളാകുന്നു. അതുകൊണ്ട് നബിയെ സ്നേഹിക്കുന്നത് നമ്മുടെ നിർബന്ധ ബാധ്യതയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി, എന്നെ കഴിഞ്ഞാൽ മറ്റെന്തിനേക്കാളും എനിക്ക് താങ്കളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിനെ അവിടെ വിലക്കുകയാണ്. ലാ ഉമർ ഇല്ല ഉമറേ വല്ലദീ നഫ്സി ബിയദിഹി ഹത്താ അകൂന ഹബ്ബ ഇലൈക മിൻ നഫ്സിക്. ഇല്ല ഉമറേ, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, നിന്നേക്കാളും എന്നെ നീ ഇഷ്ടപ്പെടണം. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തിരുത്തി പറയുകയാണ്, ഞാൻ നബിയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൽ ആൻ യാ ഉമർ, ഇപ്പോഴാണ് ഉമറേ നീ വാജിബ് പൂർത്തീകരിച്ചത് എന്ന് ആ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി നമുക്ക് ഹദീസിലൂടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നാം ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വിശ്വാസം പൂർണ്ണമാകണം, അല്ലെങ്കിൽ ഈമാൻ പൂർണ്ണമാകണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈമാന്റെ മാധുര്യം നമുക്ക് നുകരാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ഇബാദത്തുകളിലെല്ലാം നമുക്ക് പ്രവാചക സ്നേഹം ഉണ്ടാകണം, പ്രവാചകന്റെ മാതൃക ഉണ്ടാകണം എന്നത് ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, 3 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അവൻ ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചു. എന്തൊക്കെയാണ് കാര്യങ്ങൾ? അല്ലാഹുവും അവന്റെ റസൂലും മറ്റെന്തിനേക്കാളും പ്രിയങ്കരമാവുക. അല്ലാഹു അവന്റെ റസൂൽ മറ്റെന്തിനേക്കാളും പ്രിയങ്കരമായാൽ മാത്രമേ നമ്മുടെ ഈമാൻ നമുക്ക് പൂർണ്ണമാകുകയുള്ളൂ, നമുക്ക് നമ്മുടെ ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ പ്രവാചകന്റെ അധ്യാപനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച അനുയായികളായിരുന്നു നബിയുടെ സ്വഹാബികൾ എന്ന് നമുക്ക് ചരിത്രങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. സ്വന്തം സമ്പത്തിനേക്കാളും, സ്വന്തം സന്താനങ്ങളെക്കാളും, സ്വന്തം ജോലിയേക്കാളും, സ്വന്തം വീടിനേക്കാളും ഒക്കെ വളരെ സ്നേഹിച്ചിരുന്ന, നബിയെ സ്നേഹിച്ചിരുന്ന ആളുകളായിരുന്നു സ്വഹാബികൾ. തന്റെ സ്വന്തം ജീവൻ നൽകി പോലും നബിയുടെ ജീവനെ ഒരു പോൽ പോലും ഏൽക്കാതെ സംരക്ഷിച്ചിരുന്ന ആളുകളായിരുന്നു സ്വഹാബികൾ. ചരിത്ര പരിശോധന നമുക്ക് കാണാൻ സാധിക്കും. നബിയുടെ ഉറ്റ തോഴനായിരുന്ന, ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച പുരുഷനായ, അതുപോലെ ഇസ്ലാമിന്റെ 1-ാം ഖലീഫയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് എന്ന ഓമനപ്പേര് നൽകി വിളിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഹിജ്റയിലേക്ക് പലായനം ചെയ്യുന്ന സമയത്ത് നബിയുടെ 4 പാടും വലതുഭാഗത്തും ഇടതുഭാഗത്തും മുൻഭാഗത്തും പിൻഭാഗത്തും നിന്നുകൊണ്ട് നബിയെ ശത്രുക്കൾ ചുറ്റും നിന്ന് നബിയെ ഉപദ്രവിക്കുന്നുണ്ടോ, നബിയുടെ അടുക്കിലേക്ക് എന്തെങ്കിലും ആയുധങ്ങൾ വരുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചുകൊണ്ട് നബിയുടെ ചുറ്റുപാടും ഓടി നടന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തീർന്നില്ല.
നബി ഒളിച്ചു താമസിക്കുന്ന വീട്, നബിയെ കൊല്ലാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒളിച്ചു താമസിച്ചിരുന്ന വീട് ശത്രുക്കൾ വളഞ്ഞ സമയത്ത് നബിക്ക് ഒരു പോൽ പോലും ഏൽക്കാതെ സ്വന്തം ജീവൻ അപായം ഉണ്ടായിട്ടും സ്വന്തം ജീവൻ നഷ്ടപ്പെടുമെന്ന് മനസ്സിലായിട്ട് പോലും നബിയുടെ വിരിപ്പിൽ കിടക്കാൻ താല്പര്യം കാണിച്ച, നബിയുടെ വിരിപ്പിൽ കിടന്നുറങ്ങിയ ഇസ്ലാമിന്റെ 4ാം ഖലീഫയായ അലി ഇബ്നു അബീ ത്വാലിബ് തീർന്നില്ല. ഒരു യുദ്ധവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുമതി ലഭിക്കാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുമതി നൽകാതെ യുദ്ധം ജയിച്ചു എന്ന കാരണത്താൽ മലമുകളിൽ നിന്ന് താഴെ ഇറങ്ങിയ ആളുകൾ ബാക്കിൽ കൂടിയുള്ള മിന്നലാക്രമണത്തിൽ മുസ്ലിം സൈന്യത്തിന് പരാജയം ഏറ്റുവാങ്ങിയ സമയത്ത് സ്വന്തം ജീവൻ പണയം വെച്ച് പോലും നബിയുടെ ജീവന് വില കൽപ്പിച്ച, നബിയുടെ ജീവൻ സംരക്ഷിച്ച ഒരു മഹാനായ സ്വഹാബിയായിരുന്നു ത്വൽഹ റളിയല്ലാഹു അൻഹു. നബിയുടെ 4 ഭാഗത്തു കൂടിയും നബിയുടെ ഉഹദ് യുദ്ധത്തിൽ മുസ്ലിം സൈന്യത്തിന് പരാജയം പരാജയപ്പെട്ട സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ നബിയുടെ 4 ഭാഗത്തും കൂടി നിന്ന് നബിയുടെ നേർക്ക് വരുന്ന അമ്പുകളും നബിയുടെ നേർക്ക് വരുന്ന കുന്തങ്ങളുമെല്ലാം സ്വന്തം ശരീരം കാണിച്ചുകൊണ്ട് അതൊക്കെ തടഞ്ഞു നിർത്തിയ മഹാനായ സ്വഹാബിയായിരുന്നു ത്വൽഹ റളിയല്ലാഹു അൻഹു. ആ യുദ്ധം കഴിഞ്ഞപ്പോൾ ആ തടയലും ആ നബിയുടെ നേർക്കുന്ന കുന്തത്തിന്റെ ആ ഏറൊക്കെ കഴിഞ്ഞ സമയത്ത് ആ ത്വൽഹയുടെ ദേഹത്ത് 80-ൽ പരം വെട്ടും കുത്തും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങളിലൂടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നബിയെ അനുസരിക്കൽ നമുക്ക് നിർബന്ധമായ ഒരു കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും, ചെയ്യാൻ കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും, അതുപോലെ വിരോധിക്കാൻ പറഞ്ഞ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് ചെയ്യാതിരിക്കലും നമ്മുടെ നിർബന്ധ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും സ്വീകരിക്കൽ, എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളൽ നമുക്ക് അനിവാര്യമായ ഒരു കാര്യമാണ്. സുദീർഘമായ ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ശരീരത്തിൽ പച്ച കുത്തുകയും അത് കുത്തിക്കുകയും ചെയ്യുന്ന സ്ത്രീകളെയും, അതുപോലെ ഭംഗിക്ക് വേണ്ടി ചായങ്ങൾ ഉപയോഗിക്കുന്ന സ്ത്രീകളെയും, പല്ലുചാവി ശരിപ്പെടുത്തുകയും അതുപോലെ പല്ലിൽ വിളവുണ്ടാക്കുകയും ചെയ്യുന്ന സ്ത്രീകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ, ഈ സമയത്ത് ഖുർആൻ നന്നായി പാരായണം ചെയ്യുന്ന ഉമ്മു യഖൂബ് എന്നൊരു സ്ത്രീ ഈ സമയത്ത് ഇബ്നു മസ്ഊദിന് ചോദിക്കുകയാണ്, താങ്കൾ മേൽ പറഞ്ഞവരെയൊക്കെ ശപിച്ചോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇബ്നു മസ്ഊദ് പറയുകയാണ്, അതെ, എന്റെ നബി ആരെയാണ് ശപിച്ചത്, അവരെ ഞാൻ ശപിച്ചിരിക്കുന്നു എന്ന് ആ ഉമ്മു യഖൂബിനോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പോൾ ഈ ഉമ്മു യഖൂബ് ഇബ്നു മസ്ഊദ് ചോദിക്കുകയാണ്, ഞാൻ ഇത്രയും കാലം ഞാൻ ഖുർആൻ ഓതിയിട്ട് ഈ ഖുർആൻ മൊത്തം ഞാൻ ഓതി തീർത്തിട്ട് പോലും എനിക്ക് അങ്ങനെ ഒരു വാക്ക് ആ ഖുർആനിൽ കാണാൻ സാധിച്ചിട്ടില്ലല്ലോ, ആ 2 ചട്ടകൾക്കുള്ളിൽ എനിക്ക് അങ്ങനെ കാണാൻ സാധിച്ചിട്ടില്ലല്ലോ എന്ന് ആ ഇബ്നു മസ്ഊദിനോട് ഉമ്മു യഖൂബ് പറയുകയാണ്. അപ്പോൾ ഇബ്നു മസ്ഊദ് പറയുകയാണ്, വമാ അതാകും റസൂൽ, റസൂൽ നിങ്ങൾക്ക് കൊണ്ടുവന്നതോ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉമ്മു യഖൂബിന് ചോദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വാക്ക് താങ്കൾ അല്ലെങ്കിൽ ഉമ്മു യഖൂബെ നീ ഈ ഖുർആനിൽ കണ്ടിട്ടില്ലേ എന്ന് ഉമ്മു യഖൂബിനോട് ഇബ്നു മസ്ഊദ് ചോദിക്കുന്ന സമയത്ത് ഉമ്മു യഖൂബ് പറയുകയാണ്, അതെ, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു അല്ലെങ്കിൽ വിരോധിച്ച കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇതാവണ സഹോദരങ്ങളെ നമ്മുടെ അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലാലാക്കിയതും ചെയ്യാൻ കൽപ്പിച്ചതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിക്കരുത്, നീ അങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം അത് ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ടും ജീവിക്കാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നബിയെ സ്നേഹിക്കുകയും നബി കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കുകയും അതൊരു സംശയം കൂടാതെ അല്ലെങ്കിൽ ഒരു ഡൗട്ടും കൂടാതെ അല്ലെങ്കിൽ മറ്റൊരാളോട് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാകാതെ നബി കൊണ്ടുവന്ന കാര്യമാണിത്, നബിയുടെ സുന്നത്തനുസരിച്ച് ജീവിക്കുന്ന ആളാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് ഈ നബി പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചേ പറ്റൂ, അതുകൊണ്ട് ഞാൻ ഇത് അനുസരിക്കുമെന്ന ചിന്തയിൽ നബി കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കലും നമുക്ക് നിർബന്ധ ബാധ്യതയാണ്. ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു വിഷയം പറയുമ്പോൾ, ആരെങ്കിലും നമ്മളോട് വിഷയം പറയുമ്പോൾ ഞാൻ ഖുർആനിൽ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ, ഖുർആനിൽ ഒരു ആയത്ത് പോലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഹദീസ് ആരെങ്കിലും ഉദ്ധരിക്കാൻ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് ഇതിനെ നിഷേധിച്ച് തള്ളിക്കളയാൻ നാം അങ്ങനെ ചെയ്യരുത് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് ഈ ഹദീസിൽ മേൽപ്പറഞ്ഞ വളരെ വലിയ ഗുണപാഠമുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്.
അതുകൊണ്ട് പ്രവാചകനോടുള്ള നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എന്നത് അത് വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ ഒരു ദിവസമോ 2 ദിവസമോ കൂടി നിൽക്കുന്ന, അല്ലെങ്കിൽ അത് പള്ളികളുടെ മുന്നിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലങ്ങളുടെ മുന്നിലോ പതാക ഉയർത്തിയോ അല്ലെങ്കിൽ കൊടി പിടിച്ച് നടന്നത് കൊണ്ടോ അല്ലെങ്കിൽ വഴികൾ തോരണങ്ങൾ കെട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ പള്ളികൾ മാലബൾബ് കൊണ്ട് അലങ്കരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നബിയുടെ തലേ ദിവസമോ അല്ലെങ്കിൽ 2 ദിവസം മുമ്പോ മാത്രം നബിയുടെ പേര് സ്വലാത്ത് ചൊല്ലിയത് കൊണ്ടോ മാത്രം ഒതുങ്ങുന്നതല്ല. അതുപോലെ നബിദിനത്തിന്റെ തലേ ദിവസമോ അല്ലെങ്കിൽ 1 ആഴ്ച മുമ്പോ അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പോ മാത്രം സ്റ്റാറ്റസ് വെച്ചത് കൊണ്ടോ അങ്ങനെയല്ല നാം നബിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. അത് ജീവിതത്തിൽ മുഴുവനും, ഏത് സന്ദർഭത്തിലും, ഏത് പ്രവൃത്തിയിലും, ഏത് കാര്യം ചെയ്യുന്നതിലും ഞാനിത് നബിയോടുള്ള സ്നേഹം കൊണ്ടാണ്, അല്ലെങ്കിൽ നബി എന്നോട് അങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് ഇതുപോലെയുള്ള ഹറാമിൽ നിന്നും ഇതുപോലെയുള്ള ബിദ്അത്തിൽ നിന്നുമൊക്കെ വിട്ടുനിൽക്കുവാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അനുസരണവും സ്നേഹവും ബഹുമാനമാണ് നബിയോടുള്ള യഥാർത്ഥ സ്നേഹം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ നാളെ നല്ലൊരു സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും നമുക്ക് നാളെ അല്ലാഹു ജന്നത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരു ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.